ടെക് ഫോർഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ചാണ് പറയുന്നത്. വില കൂടിയ ബ്ലൂടൂത്ത് സ്പീക്കറിൽ അതിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇതുപോലത്തെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ബാറ്ററി ഫുൾ ഡൗൺ ആകുമ്പോൾ ഇതുപോലെ ചാർജിങ് കണക്ട് ചെയ്ത് ഇപ്പോൾ ഒരു റെഡ് ഇൻഡിക്കേറ്റർ കത്തുന്നത് കാണാം. ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം കുറച്ച് സമയം ചാർജിനിട്ടിട്ട് ഇത് വീണ്ടും ഉപയോഗിക്കും. ബാറ്ററി ഫുൾ ചാർജ് ആണോയെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിതിലൊരു ബാറ്ററി ഫുൾ ചാർജ് കട്ട് ഓഫ് നിർമ്മിക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ് അഴിക്കാം. പതിയെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് തിക്കിക്കഴിഞ്ഞാൽ ഇത് പോരുന്നതാണ്.
ഇത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജർ മൊഡ്യൂളാണ്. ഇതെല്ലാ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിൻ്റെ നീല വയർ സോൾഡർ ചെയ്തേക്കുന്നത് ഇൻപുട്ടാണ്, അഡാപ്റ്റർ എന്നുള്ള 5 വോൾട്ട് കൊടുക്കാനായിട്ട്. മറ്റേ അറ്റത്തുള്ള റെഡും ബ്ലാക്കും അതിൻ്റെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന വയറാണ്. ഇതിൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ LED കത്തുന്നത് കാണാം. അത് ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ കത്തുന്ന LED ആണ്. ഇപ്പോൾ ഇതിൽ ബാറ്ററി കണക്ട് ചെയ്യാത്ത കാരണമാണ് അത് കത്തി നിൽക്കുന്നത്. ഇനി നമുക്കിതിൽ ഒന്ന് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ റെഡ് LED കത്തി. ഇനി ബാറ്ററി ഫുള്ളാകുമ്പോൾ ബ്ലൂ LED കത്തുന്നത് കാണാം. ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊഡ്യൂൾ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബാറ്ററി ചാർജിങ് കട്ട് ഓഫ് നിർമ്മിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ബ്ലൂ LED അവിടെ നിന്ന് 2 വയറിൻ്റെ കണക്ഷൻ എടുക്കുക. അതിനുശേഷം ഈ ക്യാബിനിൽ ഇതിവിടെയായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അവിടെ ഒരു LED ഫിക്സ് ചെയ്യണം. ഇതുപോലത്തെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ LED വെച്ചിട്ട് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വയർ എടുത്തിട്ട് ചാർജിങ് മൊഡ്യൂളിൻ്റെ ഈ ബ്ലൂ LED മേൽ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്യുക. അതിനുശേഷം ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്ന AC ടൈപ്പിൻ്റെ അവിടെ നിന്ന് ഒരു സപ്ലൈ എടുക്കണം. ഇവിടെ ഈ ചാർജർ കണക്ട് ചെയ്യുന്ന ആ സെയിം സപ്ലൈനായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ആ സപ്ലൈ നേരെ ഈ മൊഡ്യൂളിലേക്ക് ഇൻപുട്ടിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക. ഇനി ഈ മൊഡ്യൂളിൻ്റെ പ്ലസ്സും മൈനസുള്ള പ്ലസ്സിന് റെഡും മൈനസിന് ബ്ലാക്കും ആ വയർ നേരെ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അതിന് മുമ്പ് ഒന്ന് ചാർജർ കണക്ട് ചെയ്യാം. ചാർജറിൽ കണക്ട് ചെയ്തപ്പോൾ മൊഡ്യൂൾ ഓൺ ആയിട്ടുണ്ട്, ബ്ലൂ LED കത്തിയിട്ടുണ്ട്. ഇനി ബാറ്ററി കണക്ട് ചെയ്യാം. നേരത്തെ ഈ ക്യാബിനുമ്മ സെറ്റ് ചെയ്ത LED മൊഡ്യൂളുമ്മൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ആക്കിയപ്പോൾ ഗ്രീൻ LED കത്തിയിട്ടുണ്ട്. ഇത് ബാറ്ററി ഓൾറെഡി ഫുള്ളാണ്. ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് സ്ക്രൂ ഒക്കെ ചെയ്യാം. Woo! Welcome to our music world. The Bluetooth device is ready to pair.
Bluetooth mode. Woos, welcome to our music world. The Bluetooth device is ready to pair. Bluetooth mode. Woos, welcome to our music world. The Bluetooth device is ready to pair. Bluetooth mode. Connected. ഇതുപോലുള്ള ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.